ജില്ലയിലെ സർപ്പ വളണ്ടിയർമാരുടെ പ്രയാസങ്ങൾക്ക് അറുതിയാവുന്നു. പിടികൂടിയ പാമ്പുകളെ താമരശ്ശേരിയിലെ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിൽ എത്തിക്കാൻ നിവൃത്തിയില്ലാതെ വളണ്ടിയർമാർ ബുദ്ധിമുട്ടുന്ന സാഹചര്യം ഒഴിവാക്കേണ്ടതാണെന്ന് സംസ്ഥാന സർപ്പ കോർഡിനേറ്റർ മുഹമ്മദ് അൻവർ വ്യക്തമാക്കി. ജനങ്ങൾക്ക് ഭീഷണിയായി മാറുന്ന പാമ്പുകളെ പിടികൂടുന്ന മലയോര മേഖലയിലെ സ്നേക്ക് റെസ്ക്യൂ വളണ്ടിയർമാരുടെ പ്രശ്നങ്ങൾക്കാണ് ഒടുവിൽ പരിഹാരമാവുന്നത്. പിടികൂടുന്ന പാമ്പുകളെ താമരശ്ശേരിയിലെ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലെത്തിക്കാൻ നിവൃത്തിയില്ലാതെ വളണ്ടിയർമാർ ബുദ്ധിമുട്ടുന്ന സാഹചര്യം ഒഴിവാക്കേണ്ടതാണെന്ന് സംസ്ഥാന സർപ്പ കോർഡിനേറ്റർ മുഹമ്മദ് അൻവർ വ്യക്തമാക്കി. വളണ്ടിയർമാർ പിടികൂടുന്ന പാമ്പുകളെ വനംവകുപ്പ് ജീവനക്കാർ വന്ന് കൊണ്ടുപോകാൻ നടപടി സ്വീകരിക്കുമെന്നും വളണ്ടിയർമാർക്ക് ഇന്ധന ചെലവ് നൽകുന്ന കാര്യം ആലോചിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. മുക്കം കറുത്തപ്പറമ്പ് സ്വദേശിയും സ്നേക്ക് റെസ്ക്യൂ വളണ്ടിയറുമായ ബാബു വെള്ളങ്ങൽ ഇതുമായി ബന്ധപ്പെട്ട് അനുഭവിക്കുന്ന ദുരിതം കഴിഞ്ഞ ദിവസം CTV ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് സർക്കാർ നടപടി. ജീവൻ പണയം വെച്ച് ആര് വിളിച്ചാലും ഏത് സമയത്തും വിഷപ്പാമ്പുകളെ ഉൾപ്പെടെ പിടികൂടാനെത്തുന്ന ബാബുവിനെ പോലുള്ള നിരവധി സർപ്പ വളണ്ടിയർമാർക്ക് ആശ്വാസമാവുന്നതാണ് പുതിയ തീരുമാനം. ഇവർ പിടികൂടുന്ന പാമ്പുകളെ സ്വന്തം പണവും മുടക്കി ജീവൻ പണയം വെച്ചാണ് ജനങ്ങളെ സഹായിക്കാൻ പോകുന്നത്. പക്ഷേ പാമ്പിനെ പിടിച്ചു കഴിഞ്ഞാൽ വനംവകുപ്പ് അധികൃതർ വന്ന് കൊണ്ടുപോകുന്നില്ല. താമരശ്ശേരി വരെ വണ്ടി വിളിച്ച് കൊണ്ടുപോയി കൊടുക്കേണ്ട അവസ്ഥയാണ് നിലവിലുള്ളതെന്നും ഡയറക്ടറുടെ വെളിപ്പെടുത്തലിൽ വലിയ പ്രതീക്ഷയുണ്ടെന്നും ബാബു വെള്ളങ്ങൽ പറഞ്ഞു. ഫസൽ ബാബു, ന്യൂസ് ബ്യൂറോ, മുക്കം.